ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനും അദ്ദേഹത്തിന്റെ നല്ലവളായ ഭാര്യ ലീലയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായിരുന്നു അവർ. പക്ഷേ കഴിക്കാൻ അവർക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം തോട്ടത്തിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമുവിന് പഴയ പൊടി പിടിച്ച ഒരു കലം കിട്ടി. അയാളത് വീടിനകത്തേക്ക് കൊണ്ടുവന്ന് ലീലയെ കാണിച്ചു. "ഇതൊരു വെറും ഒഴിഞ്ഞ കലമാണല്ലോ," അവൾ പറഞ്ഞു. "പക്ഷേ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു," രാമു മറുപടി പറഞ്ഞു. അന്ന് രാത്രി ലീല ഒരു ആപ്പിൾ ആ കലത്തിലിട്ട് മൂടിവെച്ചു. പിറ്റേന്ന് രാവിലെ കലം തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം! അതിൽ 2 ആപ്പിളുകൾ! അവരൊരു നാണയമിട്ട് വീണ്ടും പരീക്ഷിച്ചു. ഒരു നാണയം 2 നാണയങ്ങളായി. അതൊരു മാന്ത്രിക കലമായിരുന്നു. അതിലിടുന്നത് എന്തും ഇരട്ടിയാകും. രാമുവും ലീലയും വളരെ ശ്രദ്ധിച്ചു. അവർ ഈ രഹസ്യം ആരോടും പറഞ്ഞില്ല. എല്ലാ ദിവസവും അവർക്കാവശ്യമായ ആഹാരവും പണവും വസ്ത്രങ്ങളും മാത്രം ആ കലത്തിൽ നിന്നെടുത്തു. അവർ ആരും അറിയാതെ അയൽക്കാരെ സഹായിച്ചു. ഒരിക്കലും അത്യാഗ്രഹികളായതുമില്ല. ഒരു ദിവസം ഇവരുടെ നല്ല മനസ്സിനെക്കുറിച്ച് കേട്ടറിഞ്ഞ നാട്ടിലെ രാജാവ് അവരെ കാണാനെത്തി. മറ്റുള്ളവരെ സഹായിക്കാൻ അവർ ആ മാന്ത്രിക കലം ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് പുഞ്ചിരിച്ചു. "നിങ്ങളാണ് യഥാർത്ഥ സമ്പന്നർ. ഈ കലം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ സമ്പന്നരായത്." അന്നുമുതൽ രാമുവും ലീലയും സന്തോഷത്തോടെ ജീവിച്ചു. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറി. ഗുണപാഠം: ദയയും സത്യസന്ധതയുമാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത്.